നമസ്കാരം. അഴിമതി കേസുകളിൽ എത്ര വലിയ കഥകൾ മെനഞ്ഞുണ്ടാക്കിയാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒടുവിൽ സകല കള്ളങ്ങളും പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. മാസപ്പടി കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർണായകമായ പുതിയ സൂചനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഉറക്കം കെടുത്തുന്നതാണ്. CMRലുമായി നടത്തിയ വിവാദ സാമ്പത്തിക ഇടപാടിൽ വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള പണമിടപാടുകൾ നിയന്ത്രിച്ച മറ്റൊരു VIP കൂടി എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി ഇഡിക്ക് കൃത്യമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഇതാരാണെന്ന് കണ്ടെത്താൻ ഇഡി ഇപ്പോൾ അതീവ രഹസ്യവും വിശദവുമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ കേസിൽ വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അവരുടെ വെറുമൊരു അറസ്റ്റ് കൊണ്ട് മാത്രം അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകില്ല എന്നാണ് ഇഡി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വീണയുടെ അറസ്റ്റ് തൽക്കാലം ഒഴിവാക്കി PMLA പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇഡി ഒരുങ്ങുന്നത്. പ്രതിപട്ടികയിൽ വമ്പൻ സ്രാവുകൾ ഉൾപ്പെടുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട്. ഒരു IT കമ്പനിയുടെ ഉടമസ്ഥയെന്ന് പറഞ്ഞ് കോടികൾ മാസപ്പടി വാങ്ങി വീണ വിജയനോട് ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് കാര്യമായ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ വലിയ തമാശ എക്സാലോജിക് കമ്പനി CMRന് നൽകിയെന്ന് പറയുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ സാങ്കേതിക വിവരങ്ങൾ പോലും വീണയ്ക്ക് അറിയില്ലെന്ന് ഇഡി ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് സ്ഥാപിക്കാൻ തക്ക ഒരു തെളിവ് പോലും ഹാജരാക്കാൻ 19 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷവും വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് വീണ വിജയൻ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ കമ്പനി കാര്യ നിയമപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ നിർണായകമായ രേഖകളും ഇഡി റെയ്ഡിൽ പിടിച്ചെടുത്ത തെളിവുകളും ഒന്നിച്ച് മുന്നിൽ നിരത്തി വ്യാഴാഴ്ച ചോദ്യം ചെയ്തപ്പോഴാണ് കഥയാകെ മാറിയത്. വീണ വെറും ഒരു മുഖം മാത്രമാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ കുറ്റവാളി വേറെയാണെന്നുമുള്ള പുതിയ വഴിത്തിരിവിലേക്ക് ഇഡി എത്തിയത് അങ്ങനെയാണ്. ഇവിടെയാണ് ഇഡിയുടെ ആ നിർണായക കണ്ടെത്തൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ കൂടുതൽ പങ്കാളിത്തമുള്ള ആൾ മറ്റാരാവാനാണ് സാധ്യത? അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകാനുള്ള സാധ്യതകളാണ് 99%. കാരണം വീണ വിജയൻ എന്ന വെറും ഒരു സാധാരണ IT കമ്പനി ഉടമയ്ക്ക് വൻകിട കരിമണൽ കമ്പനികളിൽ നിന്ന് ഒന്നിനും കൊള്ളാത്ത ഒരു സോഫ്റ്റ്വെയറിന്റെ പേരും പറഞ്ഞ് ഇത്രയും വലിയൊരു തുക തട്ടിയെടുക്കാൻ ഒരു കാലത്തും കഴിയില്ല. പിണറായി വിജയന്റെ മകൾ എന്ന ആ ഒരൊറ്റ ലേബലിൽ മാത്രമാണ് വീണ ഈ കോടികൾ മാസപ്പടിയായി വീണ് കിട്ടിയതുപോലെ എന്ന് പകൽ പോലെ വ്യക്തമാണ്. മുഖ്യമന്ത്രി എന്ന തന്റെ സുപ്രധാന പദവിയും പവറും ഉപയോഗിച്ചുകൊണ്ട് കരിമണൽ കമ്പനികളെ വഴിവിട്ട് സഹായിച്ചതിന്റെ പങ്ക് കൃത്യമായി മകളുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി വാങ്ങുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്പണ ഇടപാടിലെ യഥാർത്ഥ കുറ്റവാളിയെയും ഡീൽ ഉറപ്പിച്ച ആളെയും കണ്ടെത്താൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും ഇപ്പോൾ ഏറിയിരിക്കുകയാണ്. പണം എങ്ങോട്ട് പോയി, ആരുടെ നിർദ്ദേശപ്രകാരമാണ് കരാറുകൾ ഉണ്ടാക്കിയത് എന്നതിലേക്ക് അന്വേഷണം നീളുമ്പോൾ പിണറായി വിജയൻ കൃത്യമായി കുടുങ്ങും. അധികാരത്തിന്റെ തണലിൽ മകളെ മുന്നിൽ നിർത്തി കോടികളുടെ അഴിമതി പണം വെളുപ്പിക്കാമെന്ന് വിചാരിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നിയമം അതിന്റെ ശക്തമായ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ പൂട്ടൊരുക്കിയിരിക്കുന്നത്. വീണ വിജയൻ വെറും ഒരു ലേബൽ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ ഇഡി യഥാർത്ഥ അഴിമതിക്കാരനിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് നടന്ന കൊള്ളകളുടെ സകല തെളിവുകളും കോടതിക്ക് മുന്നിൽ എത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.